ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ടു മൈ ചാനൽ. എന്തൊക്കെ എല്ലാവരും വിശേഷങ്ങൾ? മഴയൊക്കെ ഉണ്ടോ? സുഖമായിട്ടിരിക്കല്ലേ എല്ലാവരും? ഞാനിന്നൊരു അടിപൊളി ബ്രെഡ് മസാല ഒരു റോസ്റ്റിൻ്റെ ഒരു റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഒരു 5-6 ബ്രെഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു പാത്രം നിറച്ചുണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നണില്ലേ? ഇതുപോലെ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കിയെടുക്കണം എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഒരു വലിയ സവാളയും പിന്നെ ഒരു ക്യാപ്സിക്കനും ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ തക്കാളിയും മസാലപ്പൊടികളും പിന്നെ 2 കോഴിമുട്ടയുണ്ട്, കുറച്ച് മല്ലിയില എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ ബ്രെഡൊക്കെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഒന്ന് അപ്പുറം ഇപ്പുറമൊക്കെ നല്ലതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഏകദേശം നല്ല പോലെ ഒന്ന് റോസ്റ്റ് ആയിട്ട് തന്നെ വരണം. അപ്പോൾ നമ്മൾ 2 പ്രാവശ്യമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മറിച്ചിട്ട് കൊടുത്താൽ സെറ്റായി കിട്ടും കേട്ടോ. എന്നിട്ട് പിന്നെ ഇത് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് കേട്ടോ നമ്മൾ ചെയ്തെടുക്കുന്നത്. അപ്പോൾ എങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതാ ഇതുപോലെ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാ ബ്രെഡും ഇതുപോലെ ആക്കിയിട്ട് എടുക്കണം. പിന്നെ ഞാൻ ഇതൊക്കെ ഉണ്ടാക്കൽ കഴിഞ്ഞിട്ട് ബ്രെഡൊക്കെ ഇതുപോലെ റോസ്റ്റ് ചെയ്യൽ കഴിഞ്ഞിട്ട് പിന്നെ വേറൊരു പാൻ വെച്ചിട്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് മുട്ട ഒന്ന് ചിക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 2 കോഴിമുട്ട നമ്മൾ എടുത്തിട്ടുണ്ടല്ലോ, അതിലേക്കുള്ള ഉപ്പ് ഇട്ടിട്ട് ഒന്ന് സെറ്റാക്കി കലക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അതൊന്നും കൂടെ ഒന്ന് കലക്കി എടുത്തിട്ട് ഒന്ന് ചിക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മുട്ടയൊക്കെ നമുക്ക് എത്ര വേണമെങ്കിലും കൂട്ടാം. ഞാൻ ആകെ ഒരു 7 ബ്രെഡാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിലേക്ക് 2 എഗ്ഗാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതാ ഇതുപോലെ ഒന്ന് നല്ല പോലെ ഒന്ന് ചിക്കി എടുക്കുക. എന്നിട്ട് ആ പാനിൽ തന്നെയാണ് കേട്ടോ ഞാൻ ഈ റോസ്റ്റ് മസാല ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അത് എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഞങ്ങളിടയ്ക്ക് ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ നിങ്ങളൊന്നും ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. വൈകുന്നേരത്തെ ചായക്കൊക്കെ വേണ്ടിയിട്ട് ബ്രെഡൊക്കെ കൊടുന്ന് വെച്ചിട്ട് മക്കൾ കഴിക്കാതെയൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ എന്തായാലും മക്കൾ കഴിക്കും കേട്ടോ. പിന്നെ ഇതിലേക്ക് വേണ്ട മസാലപ്പൊടികൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഗരം മസാലയും മല്ലിപ്പൊടിയും പിന്നെ എരിവ് കുറഞ്ഞ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതാ ഞാൻ ആ പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് പിന്നെ സവാള കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ നല്ല വാടി പിന്നെ വഴണ്ടി വരുമൊന്നും വേണ്ട കേട്ടോ. ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി ഒന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് വന്നാൽ മതി കേട്ടോ. അത് അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിന് ഞാൻ ബ്രെഡൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അതാ ഇതുപോലെ ഇങ്ങനെ ബ്രെഡ് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ തന്നെ ഒരു 7 ബ്രെഡ് കൊണ്ടാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ തന്നെ അത്യാവശ്യം ഒരു പാത്രം നിറച്ചിട്ടുണ്ടല്ലോ. പിന്നെ നമ്മൾ ഈ ഉള്ളി ഒന്ന് വഴണ്ടി വരുമ്പോൾ അതിലേക്ക് മസാലപ്പൊടികൾ ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് മൂപ്പിച്ചെടുക്കുക കേട്ടോ. എന്നിട്ട് പിന്നെ അതിൻ്റെ ശേഷമാണ് ക്യാപ്സിക്കും തക്കാളിയൊക്കെ ഇട്ട് കൊടുക്കണം. തക്കാളി ഒന്നും വല്ലാതെ ഉടഞ്ഞു പോകുമൊന്നും ചെയ്യണ്ട കേട്ടോ. ക്യാപ്സിക്കും അങ്ങനെ കഴിക്കാൻ നല്ല ടേസ്റ്റാണല്ലോ. ഈ സമയത്ത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കണം കേട്ടോ. മുട്ടയ്ക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇനി മസാലയ്ക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. ഇനി ഇതൊന്ന് വഴണ്ടി ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുമ്പോൾ നമ്മൾ ക്യാപ്സിക്കും തക്കാളിയും ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ അതും കൂടെ അതിൽ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യണത്. പിന്നെ ഇത് ഒരുപാടൊന്നും വഴറ്റിയെടുക്കണം കേട്ടോ. ഇതിട്ട് കൊടുത്തിട്ട് ജസ്റ്റ് 2 മിനിറ്റ് ഒന്നിങ്ങനെ വഴറ്റിയെടുത്തിട്ട് പിന്നെ നമ്മൾ ഇതിലേക്ക് കെച്ചപ്പാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. ഇതിലേക്ക് നമ്മൾ തക്കാളീൻ്റെ കെച്ചപ്പ് ഇതിലേക്ക് ഒന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അത് കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യേണ്ടത്. അപ്പോൾ അതാ മസാലയൊക്കെ ഇതുമ്മയും കൂടെ പിടിച്ചിട്ടുണ്ട്. തക്കാളിമ്മയും പിന്നെ ക്യാപ്സിക്കത്തുമ്മയും ഒക്കെ മസാലയൊക്കെ ഒന്ന് പിടിച്ച് തക്കാളി ഒന്നും ഉടഞ്ഞു പോകുമൊന്നും വേണ്ട കേട്ടോ. അപ്പോൾ ഞാൻ ഇതിലേക്ക് ആവശ്യത്തിനുള്ള സോസും കൂടെ ഒന്ന് ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ അതാ ഇത്രയും സോസ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇതൊന്ന് തിളച്ച് വരുമ്പോൾ നമ്മൾ എഗ്ഗ് ചിക്ക് ചെയ്തിട്ട് കൊടുക്കുക. പിന്നെ അതുപോലെ ബ്രെഡ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ അതും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ ഇതാ ഇതുപോലെ സെറ്റായി വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ ബ്രെഡും കൂടെ അതിലിട്ട് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുമ്പോൾ ഇതിൽ വെള്ളമൊന്നും ഉണ്ടാവില്ല കേട്ടോ. ബ്രെഡൊക്കെ ഇതിൻ്റെ വെള്ളമൊക്കെ ബ്രെഡ് കുടിച്ച് കഴിഞ്ഞ് നല്ല ടേസ്റ്റാണ് കേട്ടോ. കണ്ടോ, ഇത് ഉണ്ടാക്കിയെടുക്കാനും വളരെ സിമ്പിളാണ്. കുട്ടികൾക്കൊക്കെ കഴിക്കാനും പറ്റും കേട്ടോ. പിന്നെ നമ്മൾ ചെറിയ മക്കൾക്കൊക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ മുളക് പൊടി സ്കിപ്പ് ചെയ്യുക കേട്ടോ. മുളക് പൊടി ഇടണ്ടെന്ന് വെച്ചാൽ മതി. അപ്പോൾ ഈ സോസിൻ്റെ ഒരു ആ ടേസ്റ്റൊക്കെ കുട്ടികൾക്കൊക്കെ പറ്റുമല്ലോ. അപ്പോൾ കുട്ടികളൊക്കെ കഴിച്ചോളൂ കേട്ടോ. പിന്നെ ഇതിൻ്റെ ലാസ്റ്റ് ഇതൊന്ന് ഓഫ് ചെയ്തിട്ട് കുറച്ച് മല്ലിയിലയും കൂടെ ഇതിൻ്റെ മുകളിലായിട്ടൊന്ന് ഇട്ട് കൊടുക്കട്ടോ. ഇഷ്ടമുള്ളവർക്ക് ഇട്ട് കൊടുത്താൽ മതി. ഓപ്ഷനിലാണ്, വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അതാ നമ്മൾ മല്ലിയിലൊക്കെ ഇട്ട് കൊടുത്ത് സെറ്റായിട്ടോ. ഇനി ഞാനിതൊരു പാത്രത്തേക്ക് സെർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് വെച്ചതാണ് കേട്ടോ. അപ്പോൾ കണ്ടോ, മോന് വന്നപ്പോൾ എനിക്ക് കാപ്പി വേണമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് കാപ്പി ഉണ്ടാക്കി കൊടുത്തിട്ട് ബ്രെഡ് കൊണ്ട് എന്തെങ്കിലും ഉണ്ടാക്കുമെന്ന് പറഞ്ഞപ്പോൾ ഞാനും ബ്രെഡ് കൊണ്ട് അങ്ങനെ ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പോൾ ഉണ്ടാക്കിയപ്പോൾ നിങ്ങൾക്കും കൂടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ കേട്ടോ. ഇതിലിങ്ങനെ കാണുമ്പോൾ തന്നെ നമുക്ക് ഉണ്ടാക്കാൻ തോന്നുന്നുണ്ടല്ലോ. അപ്പോൾ അതുപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ ഇത് ഞാനിവിടെ ഉണ്ടാക്കി വെച്ചപ്പോൾ മോന് വന്ന് ഓനിക്ക് ചായയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക്
ഇത് വെച്ച് കൊടുത്തപ്പോൾ ഇതാണ് ഉമ്മ ഉണ്ടാക്കിയിട്ടുള്ളത് എന്നൊക്കെ ചോദിക്കണ്ടായിരുന്നു. എന്നിട്ട് പിന്നെ അങ്ങനെ ഓൻ കഴിച്ച് നോക്കിട്ടോ. അപ്പോൾ ഇത് കഴിച്ച് നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് നല്ല ചൂട് കൊടുക്കണേ, നല്ല ചൂട് കാപ്പിയും ഇതും കൂടെയാണ് കേട്ടോ കഴിക്കണത്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് എന്നൊക്കെ പറയാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കൊണ്ടു കേട്ടോ. പിന്നെ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകൊണ്ടു. അതുപോലെ ആ ബെല്ലൈക്കനും കൂടെ ഒന്ന് അമർത്തോണ്ട് കേട്ടോ. അപ്പോഴേ ഞാൻ എന്നിട്ട് ഓൾ എന്ന ഓപ്ഷനും കൂടെ ഒന്ന് അമർത്തോണ്ട് അപ്പോഴേ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ എൻ്റെ വീഡിയോ. ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു. അസ്സലാമു അലൈക്കും.